Shri PMA Salam ji, Shri Manjalam Kuri ji. No, it's Manjalangudi. Shall I try again? Shri Manjalam Kuri Ali ji. Okay. Shri P. Ubaidullah ji, Shri TV Ibrahim ji, Shri N. Shamsuddin ji, all the distinguished leaders on stage and all of you. It is truly a pleasure for me to be here today. എന്റെ ഏറ്റവും പ്രിയങ്കരികളായ സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഇവിടെ എത്താനും നിങ്ങളെ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. Shri Bashir ji has been telling me for some time that he is inaugurating this center. He would like me to come for the inauguration, and I'm very, very happy that I could make it today. ഏറെ നാളായി ശ്രീ ബഷീർ ജി ഈ സെന്ററിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് പറയുകയും ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. This center, the Siti Haji Dialysis Unit, is named after Bashir ji's father. ഈ സെന്റർ ഇവിടുത്തെ ഇത് സീതി ഹാജിയുടെ പേരിൽ നാമധേയത്തിൽ ചെയ്തിരിക്കുന്ന ഈ സെന്റർ ബഷീർ ജിയുടെ MLA പിതാവിന്റെ പേരിലുള്ളതാണ്. As you saw in the presentation, Bashir ji lost both his father and his daughter to cancer. നിങ്ങൾ ഇവിടുത്തെ ഈ പ്രസന്റേഷനിൽ കണ്ടതുപോലെ ബഹുമാനായ ബഷീർ ജി അദ്ദേഹത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനെയും നഷ്ടപ്പെടുകയാണ്. And these excellent centers that he has set up have been set up in their memory. ഈ സെന്റർ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് അത് അവരുടെ ഓർമ്മകളിലാണ് അത് പണിത് തീർത്തിയിട്ടുള്ളത്. Siti Haji ji was a gentleman whose life and legacy will remain precious to all of us in this region for always. സീതി ഹാജി ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പൈതൃകവുമെല്ലാം ഇവിടെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. He lived a life of service, always dedicated to the people, a life of humility, integrity and courage. ഈ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം വിനയാനന്ദമായി അദ്ദേഹം ബഹുമാനത്തോടുകൂടി എല്ലാവരോടും ധൈര്യത്തോടും കരുത്തോടുകൂടി ഈ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളാണ്. And it is a befitting homage to him that his sons do such good charity work and provide such immensely valuable services to everybody. അദ്ദേഹത്തിന്റെ മകൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ സേവനം സിതി ഹാജിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ സേവനത്തിനും വേണ്ടി ഏറ്റവും നല്ല ഒരു മാതൃകയാണ്. Any family that has suffered because a member of the family has a disease which is life-threatening, especially cancer, understands what an immense stress, what an immense burden, and what an immense difficulty it can be when you are in that situation and you need to access medical care. തന്റെ ഏറ്റവും സ്നേഹിതരെ അടുത്ത ബന്ധുക്കളെ ഇത്തരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരനുഭവിക്കുന്ന വിഷമതകളെ സംബന്ധിച്ചും അവർ കടന്നുപോയിട്ടുള്ള വേദനകളെ സംബന്ധിച്ചുമെല്ലാം അവർക്ക് വലിയ ഒരു പരിചയം അത് കണ്ട് ശീലിച്ചതിന്റെ ഒരു പരിചയമുണ്ടാകും. I say families because when a disease like cancer hits, it's not just the patient. It is every caregiver of the patient, everybody who loves the patient, who goes through immense suffering. അത് ഒരു രോഗി അനുഭവിക്കുന്ന മാത്രമല്ല, പക്ഷെ അവരുടെ കുടുംബം അനുഭവിക്കുന്ന, അവരുടെ ചുറ്റുപാടും നിൽക്കുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ആഴത്തിലുള്ള വേദന അതിന് പിന്നിലുണ്ട്. Of course, the major burden is carried by the person who has the disease. ശരിയാണ്, അത് ആ രോഗം അവസ്ഥയിലുള്ള ആളാണ് അതിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത്. But very often it comes with financial burdens, great stresses and tensions of what will happen, how much the disease has progressed, whether you're going to the right doctors, getting the right medical assistance, whether the medicines are available or not, whether the required chemotherapies and other therapies are available or not. അതിന്റെ ഒപ്പം തന്നെ അവരനുഭവിക്കുന്ന സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ശരിയായ ചികിത്സയാണോ ലഭിക്കുന്നത്
എന്നുള്ളതിനെ സംബന്ധിച്ച മാനസിക സമ്മർദ്ദം, ശരിയായ ഡോക്ടറുടെ അടുത്താണോ ചെല്ലുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സമ്മർദ്ദം, അവരുടെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള അവർക്ക് ലഭിക്കുന്ന ചികിത്സകൾ നല്ലതാണോ എന്നുള്ള മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ വലിയ ഒരു കഠിനത അതിനോടൊപ്പമുണ്ട്. And as all of us know, health services are expensive. Sometimes medicines are difficult to come across. And there are immense difficulties on this path when somebody falls sick. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഇന്നത്തെ ചികിത്സാ ചെലവുകൾ വളരെ വലിയ ചികിത്സാ ചെലവാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മരുന്നുകൾ വലിയ വിലയുള്ള മരുന്നുകളാണ്. ഇതിന്റെ ചികിത്സയിൽ ഇപ്പോൾ കടന്നുപോകുന്ന വഴികളിലെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. For large sections of our population, good quality medical health care is almost out of reach. നമ്മുടെ വലിയ ഒരു ജനവിഭാഗത്തിന് നല്ല മേന്മയുള്ള ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനപ്പുറമാണ്, അവർക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. That's why these centers are invaluable to the community. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെന്ററുകൾ ഈ സമൂഹത്തിന് അമൂല്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. They are symbols of community service, compassion and cooperation between people. അത് ജനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും കാരുണ്യത്തിന്റെയും അതുപോലെ തന്നെയുള്ള വലിയ ഒരു മഹാമനസ്കതയും എല്ലാം കാര്യമായി മാറുകയാണ്. These centers provide all services for free. ഈ സെന്റർ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും പണമില്ലാതെ സൗജന്യമായാണ് നൽകുന്നത്. An expensive service like chemotherapy is also provided for free. കീമോതെറാപ്പി പോലെ വലിയ അമിത ചിലവുള്ള സേവനങ്ങളും ഇവിടെ സൗജന്യമായി ലഭിക്കുന്നു. This is possible because of the CT Haji Center for Charities that funds these two centers. അത് സാധ്യമാകുന്നത് സിദി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ആ ട്രസ്റ്റ് ഇതിന് പണം ലഭ്യമാക്കുന്നതുകൊണ്ടാണ്. They provide healing, they provide hope, they provide dignity for thousands of people. ആയിരങ്ങളായ മനുഷ്യർക്ക് അവർ ആത്മാഭിമാനവും അവർ ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് പ്രതീക്ഷയും നൽകുകയാണ്. This is an extremely valuable contribution to society for which we are all very grateful. ഇത് ഈ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സേവനമാണ്. അതിന് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. Today as we inaugurate this dialysis unit, our gratitude extends to many of the dignitaries on stage who have contributed one machine or one bed and such things to this center. നമ്മൾ ഇന്ന് ഈ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒട്ടേറെ മനുഷ്യർ അതിന് ഒരു ബെഡ്, ഒരു മെഷീൻ ഉൾപ്പെടെ ഇവിടെ സംഭാവന ചെയ്തിട്ടുള്ള ഒട്ടേറെ വലിയ മനുഷ്യരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. It is the tireless efforts of these leaders, the doctors, nurses, all those who are involved in running these centers that make it possible for them to provide these services to. ഈ സെന്ററുമായി സഹകരിച്ച ഡോക്ടർമാർ, നഴ്സുമാർ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സെന്റർ ഇവിടെ സാധ്യമാകുന്നത്. I pay my compliments to everybody who has been involved in this dialysis unit. ഞാൻ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ പുതുതായി ആരംഭിക്കുന്നതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരോടും എല്ലാവരോടുമുള്ള എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. My heartiest congratulations to all of you, to Bashir ji, to all my sisters and brothers here for the opening of this unit today. ഇന്ന് ഈ സെന്റർ, ഈ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നതിനുള്ള ബഷീർ ജിയോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. As I said, this is something of immense use and immense value. I am sure that it will ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ഥാപനം ഒട്ടേറെ മനുഷ്യർക്ക് സഹായകമാകുന്ന രീതിയിൽ അവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന, അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. As you all know, before me Rahul ji was your MP. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് മുമ്പ് രാഹുൽ ജി ആയിരുന്നു ഇവിടുത്തെ നിങ്ങളുടെ MP. And when he first brought me here, he said, "You're going to love Wayanad. And you see, people will love you like you're part of their family." എന്നോട് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ നോക്കിക്കോളൂ, വയനാടിലെ ജനങ്ങൾ നിങ്ങളെ ഒട്ടേറെ സ്നേഹിക്കും, നിങ്ങളെ ഒരു കുടുംബാംഗം എന്ന പോലെ സ്നേഹിക്കും എന്നാണ് രാഹുൽജി എന്നോട് പറഞ്ഞത്. And I want
love from people all over India. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എനിക്ക് രാജ്യത്തുള്ള എല്ലാ ആൾക്കാരിൽ നിന്നും ആ സ്നേഹം ലഭിച്ചിട്ടുണ്ട്. And wherever I have been, people have accepted me and welcomed me into their homes with great affection. ഞാൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ കുടുംബങ്ങളിലേക്ക് അവരെല്ലാം വലിയ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. But the love I get from you is truly, truly special. പക്ഷെ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്നേഹം അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്നേഹമാണ്. It's a genuine bond between you and us. നമ്മളും അതുപോലെ തന്നെ നിങ്ങളും തമ്മിലുള്ള വലിയ ഒരു ഏറ്റവും ആത്മാർത്ഥതയുള്ള ബന്ധത്തിന്റെ തെളിവാണ് അത്. I am honored to continue my brother's work. ഞാൻ ഇവിടെ എന്റെ സഹോദരൻ ചെയ്ത പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുവന്നതിൽ എനിക്ക് വലിയ ആദരവാണ് ഞാൻ കാണുന്നത്.